എന്റെ വൺ സൈഡ് ലവിന്റെ റിയൽ സ്റ്റോറി. എനിക്കറിയാം ഭയങ്കര ലാഗിട്ടായിരുന്നു കുറച്ച് വീഡിയോസ് പോയിക്കൊണ്ടിരുന്നത്, വെച്ചത് പാർട്ട് പാർട്ടാക്കിയേക്കുക. വേറൊന്നും കൊണ്ടല്ല, ഇതിൽ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലി പരമായിട്ടാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നത്തിൽ, നമ്മുടെ പ്രശ്നത്തിൽ. സോ അതുകൊണ്ടാണ് എനിക്ക് എന്താന്ന് പറയാനായിട്ട് ക്യാമറ ഓൺ ആക്കുക, എന്റെ ഉള്ളിലുള്ളത് പറയാ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോ ചിലർക്കൊക്കെ അത് കൊള്ളാം, കുറെ പ്രശ്നങ്ങൾ പിന്നെയും വരാം. അതുകൊണ്ട് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്തതായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ട്, എനിക്ക് പേഴ്സണലി അറിയണ എന്നെ ഇഷ്ടപ്പെടുന്ന രണ്ടു മൂന്ന് പേര് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് ഇടാണ്ടിരുന്നത്. വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അങ്ങനെ അതേപോലെ പ്രശ്നങ്ങളൊക്കെ ആയി. ആദ്യം വീട്ടിൽ പിടിച്ച് കബൂറായി, സീനൊക്കെ ആയി. എന്നിട്ട് അത് കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷം ഒരു അൺനോൺ നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ തന്നെയാണ്, എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട്. അത് അവളായിരുന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് കണ്ണൂർ പോയി അവളെ കണ്ട് നല്ല കുറെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വെച്ചിട്ട് കുറച്ച് സീനായി എന്ന് പറയുമ്പോൾ അവളുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ ആ സ്ഥലത്ത് പോയി അവളെ കൊണ്ട് കൊച്ചിയിലോട്ട് വന്നു. സത്യം പറഞ്ഞാല് ഭയങ്കര കോമഡി ആയിട്ടും പെട്ടെന്ന് നടന്ന പോലെയൊക്കെ തോന്നും. ഇതൊക്കെ കുറെ നാള് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. കുറെ നാളുകള് ആയിട്ടാണ് സംഭവങ്ങളൊക്കെ നടക്കണത്. ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ കാര്യം എന്ന് പറയാനായിട്ട് എനിക്ക് തന്നെ തോന്നി. കാര്യം എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്റെ വീഡിയോ കാണാൻ ആഗ്രഹിക്കണവരെ ഞാൻ പൊട്ടനാക്കണേണ അല്ലെങ്കിൽ ആഘടിപ്പിക്കണേണ എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞത്. അങ്ങനെ അവളെ കൊച്ചിയിൽ കൊണ്ടുവന്നപ്പോ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. പ്രശ്നങ്ങളും കാര്യങ്ങളും എന്ന് പറയാനായിട്ട് നല്ല രീതിക്ക് തന്നെ നല്ല പ്രശ്നങ്ങളൊക്കെ ആയി. എന്തായാലും അടുത്ത പാർട്ടി പറയാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോണാർന്നോളൂ. നിങ്ങളെ ലാഗ് അടിപ്പിക്കണല്ല. ഏട്ടാ, താങ്ക് യു.